അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അവറുകൾ, എനിക്ക് മുമ്പ് പ്രഭാഷണം നിർവഹിച്ച പ്രിയ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി, ഇനി ഈ പ്രോഗ്രാമിൻ്റെ സമാപന സംസാരം നിർവഹിക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി, ഈ ജില്ലയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, 2 നസീറുമാർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിരുവനന്തപുരം ഫാമിലി കോൺഫറൻസിനോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ച് മുന്നോട്ട് വരുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ 17ാമത് ഫാമിലി കോൺഫറൻസിൽ ഒത്തുചേരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആദ്യമായി ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, തിരുവനന്തപുരത്ത് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് ഫാമിലി കോൺഫറൻസ് 17ാമത്തത് സമാപിക്കുമ്പോൾ അതിനേതെല്ലാം നിലക്കുള്ള ചേരുവകൾ ആവശ്യമാണോ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ പ്രൗഢവും മനോഹരവുമായി ഈ സമ്മേളനം സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അള്ളാഹു അവരിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് സുഗമമായി സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. ആ വെയിലിനെ അതിജീവിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എല്ലാവരും എത്തി. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അവർക്കൊരുക്കിയ ഇരിപ്പിടങ്ങൾ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിറഞ്ഞ് സൈഡിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെയായി അവർക്കിരിക്കേണ്ടി വന്ന അത്രമേൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫാമിലി കോൺഫറൻസ് കൂടിയാണ് തിരുവനന്തപുരത്തെ ഫാമിലി കോൺഫറൻസ്. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളും മുതിർന്നവരും കുട്ടികളും, ഒരു ഫാമിലി എന്ന അർത്ഥത്തിൽ എല്ലാ പ്രായത്തിലുള്ളവരും സംഗമിച്ച ഒരു സമ്മേളനം. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ സമയം നാളെ പരലോകത്ത് പ്രയോജനപ്പെടുന്ന ഒരു സമയമായി അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു പോരാട്ടം ലക്ഷ്യം കണ്ടതിൻ്റെ നിർവൃതിയിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ. പോരാട്ടം എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ തകർത്ത് തരിപ്പണമാക്കുന്ന ഒട്ടനവധി ലിബറൽ ആശയങ്ങൾ ഇവിടെ കടന്നു വന്ന സന്ദർഭത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസുകൾ നാം പ്രഖ്യാപിച്ചത്. തുടക്കത്തിലൊക്കെ അതിൽ നടത്തിയ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ പലരും പങ്കുവെച്ച ഒരു കാര്യം, നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ എതിർക്കുന്നത്? ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ ഒരു അനിവാര്യതയല്ലേ? പ്രത്യേകിച്ച് LGBTQ ആക്ടിവിസത്തെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരൊരു ന്യൂനപക്ഷമല്ലേ, നിങ്ങളും ഒരു ന്യൂനപക്ഷ വിഭാഗമല്ലേ, എന്തിനാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾ മറ്റൊരു ന്യൂനപക്ഷത്തെ പ്രയാസപ്പെടുത്തുന്നത്? അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയല്ലേ നിങ്ങൾ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ അക്ഷരങ്ങളുടെ ആശയങ്ങളുടെ അപകടം കേരളത്തിന് മുമ്പിൽ നെഞ്ചൂക്കോടുകൂടി ഈ പ്രസ്ഥാനം വിളിച്ചു പറഞ്ഞപ്പോൾ അതിവിടെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിലാണ് ഇതിൻ്റെ തുടക്കം.
പിന്നീട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടും, കണ്ണൂരിലെ കലക്ട്രേറ്റ് മൈതാനിയിലും, വയനാട്ടിലെ വടുവഞ്ചാലിലും, കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബീച്ച് കടപ്പുറത്ത് ബീച്ചിലും, അതുപോലെ തന്നെ പയ്യോളിയിലും, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന് പുറമെ കോട്ടക്കലിലെ പുത്തൂരിലും, അതുപോലെ തന്നെ അരീക്കോടും, പാലക്കാട് ജില്ലയിലെ പുതുനഗരത്തും, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടും, എറണാകുളത്തെ ശ്രീമൂലനഗരത്തും, ഇടുക്കിയിലെ തൊടുപുഴയിലും, ആലപ്പുഴയിലെ വടുതലയിലും, കോട്ടയത്തെ ഈരാറ്റുപേട്ടയിലും, കൊല്ലത്തെ ശൂരനാട്ടിലും, തിരുവനന്തപുരത്ത് അവസാനമായി പുത്തരിക്കണ്ടത്തും ഈ ഫാമിലി കോൺഫറൻസുകൾ സമാപിക്കുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന രാഷ്ട്രീയ, മത, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിലുള്ളവരെല്ലാം ഒരു പരിധിവരെ ചാനലിൽ ഉള്ള അവതാരകന്മാർ വരെ ഇന്ന് ഈ ഫാമിലിയെ ബാധിക്കുന്ന ചില അപകടങ്ങൾ ഇവിടെ ഉണ്ട് എന്ന വസ്തുത അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലരും ആർജവത്വത്തോടുകൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻപ് കാലത്ത് ക്യാമ്പസുകളിലൂടെ മൈക്ക് പിടിച്ച് ഈ ലിബറലിസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനോടൊപ്പമായിരുന്നു കുട്ടികൾ പ്രതികരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ക്യാമ്പസുകൾക്കിടയിൽ നിന്ന് തന്നെ ഈ മൈക്ക് നീട്ടി ചോദിക്കുമ്പോൾ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ കൂടി ക്യാമ്പസുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ ഈ പടയോട്ടത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതാണ് ഞാൻ ഇത് ലക്ഷ്യം കണ്ട്, ഈ ഒരു പടയോട്ടം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഇതിവിടെ സമാപിക്കുന്നത്. എന്നാൽ ഇതൊരു സമാപനമല്ല. ഇത് ലക്ഷ്യം വെച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ പ്രോഗ്രാം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കണമെന്നതായിരുന്നു നമ്മുടെ ഒരാഗ്രഹം. അൽഹംദുലില്ലാ, ഇന്ന് പല മതസംഘടനകളും ഈ വിഷയം തന്നെ പ്രത്യേക ക്യാപ്ഷനായിക്കൊണ്ട് വെക്കുകയും പ്രത്യേക പ്രോഗ്രാമുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സന്തോഷകരമായ ഒരു സന്ദർഭം കൂടി ഞങ്ങൾ കാണുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുമിച്ച് കൂടി ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഇതുപോലെ മറ്റൊരു പടയോട്ടത്തിന് കൂടി ഈ സമാപനത്തിൻ്റെ വേദിയിൽ നാം തുടക്കം കുറിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിവാഹരംഗത്തുള്ള ആഭാസങ്ങൾ സകല സീമകളും ലംഘിച്ചുകൊണ്ട് കടിഞ്ഞാണില്ലാത്ത കുതിരകൾ പായുന്നത് പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുതിരക്ക് കടിഞ്ഞാണിടുക എന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മാത്രം ആവശ്യമല്ല. ബുദ്ധിയും വിവേകവുമുള്ള കേരളത്തിൻ്റെ മനുഷ്യനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിവാഹരംഗത്ത് വർദ്ധിച്ചു വരുന്ന ആഭാസങ്ങൾക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ എന്തൊക്കെയാണെന്ന് വിവാഹരംഗത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ്. പക്ഷെ അതിൻ്റെ വക്താക്കൾ പോലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ, പേരക്കുട്ടി മുതൽ വല്യമ്മ വരെ ബ്യൂട്ടി പാർലറുകളിൽ പോയി ഒരുങ്ങി വന്ന് എന്തോ ഒരു മാമാങ്കത്തിന് വേദിയൊരുക്കുന്ന രീതി, അതിശക്തമായ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ച് തൊട്ടടുത്ത വീട്ടിൽ 2, 3, 4, 5 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ കുട്ടികൾ നീല കളറായി മാറുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു, പല്ലക്കുകൾ വരുന്നു, പടക്കം പൊട്ടുന്നു, പുക വരുന്നു, വിവാഹത്തിൻ്റെ സദസ്സിലേക്ക് പോകാൻ തന്നെ ഭയമായിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കീഴ്മേൽ മറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിടിച്ചു കെട്ടണം. ആ കുരക്കുന്ന നായക്ക് ചങ്ങലയിടണം. ആ കുതിച്ചു പോകുന്ന ആ കുതിരക്ക് കടിഞ്ഞാണിടണം. അതിനും മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കുകയാണ് ആവശ്യം. ഇൻഷാ അല്ലാഹ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ ജില്ലകളിൽ, മണ്ഡലങ്ങളിൽ ആ വിവാഹ ദൂർത്തിനെതിരെയുള്ള ഒരു പ്രോഗ്രാം കൂടി ഈ ഫാമിലി കോൺഫറൻസുകൾ ഇവിടെ സമാപിക്കുമ്പോൾ അതിൻ്റെ തുടക്കം കൂടി ഇൻഷാ അല്ലാഹ് കുറിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിനോടൊപ്പം ഉണ്ടാകണം. കേരളത്തിൽ അതിനെതിരിലുള്ള ഒരു ചലനം നമുക്കുണ്ടാക്കണം. സ്ത്രീധനത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ കേരളം കിടന്ന് പൊരിഞ്ഞപ്പോൾ അതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഒരു വലിയ പടയോട്ടമുണ്ടായിരുന്നു സ്ത്രീധനത്തിനെതിരെ. ഇന്ന് സ്ത്രീധനം വാങ്ങുന്നു എന്നത് ഒരു അപമാനമായി മാറിയിട്ടുണ്ട്. അത് ആ ബോധവൽക്കരണത്തിൻ്റെ ഫലമാണ്. ഇതുപോലെ വഴിവിട്ട വിവാഹാഘോഷങ്ങൾ നടത്തുന്നത് ഒരു അപമാനമാണ് എന്നിടത്തേക്ക് ഈ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ നമുക്ക് കൂട്ടായ ഒരു യത്നം നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.
ഇൻഷാ അല്ലാഹ് ഇനി കേരളത്തിലാണ് ഈ ഫാമിലി കോൺഫറൻസ് സമാപിക്കുന്നത്. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ ഇതുപോലെ വിപുലമായ രീതിയിൽ തന്നെ ഒരു ഫാമിലി കോൺഫറൻസ് നമ്മൾ നടത്തി. ഇനി മറ്റു സംസ്ഥാനങ്ങളിലായി 2025 ഏപ്രിൽ 20 മംഗലാപുരത്തും 2026 ജനുവരി 18 കൊടക് ജില്ലയിലെ സോണ്ടിക്കോപ്പയിലും ഈ പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ്. അതുപോലെ GCC രാഷ്ട്രങ്ങളിൽ ഖത്തറിലും കുവൈത്തിലും UAEയിലും ബഹ്റൈനിലും ജിദ്ദയിലും അതുപോലെ തന്നെ റിയാദിലുമൊക്കെയായി ഈ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മറ്റു രാഷ്ട്രങ്ങളിൽ കൂടി ഇൻഷാ അല്ലാഹ് നടക്കും. ഇവിടെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് വ്യക്തികളെ സ്വതന്ത്രമാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ചില ആളുകൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ഓരോ വ്യക്തിയെയും സ്വതന്ത്രമാക്കിയാൽ മാത്രമേ മുതലാളിത്തത്തിൻ്റെ കമ്പോളം ത്രസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് കുടുംബത്തിൻ്റെ അടിക്കല്ലുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആധുനികതയുടെ പിന്നാലെയാണ് ഇന്ന് എല്ലാവരും പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ ഇന്ന് നേരത്തെ ആമുഖ സംസാരത്തിൽ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കുറേ ക്ലിപ്പുകൾ ഇവിടെ കാണിച്ചു. നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്താ കഞ്ചാവ് ലീഗലൈസ് ചെയ്താൽ കുഴപ്പം? എന്താണ് മറ്റൊരു സ്ത്രീയെ തൊട്ടാൽ കുഴപ്പം? ഇങ്ങനെ പല കാര്യങ്ങളുമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രണയിച്ചാൽ കുഴപ്പം? എന്തിനാണ് വിവാഹം? എന്തിനാണ് കുടുംബം എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മതപരമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത്, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് കാട്ടറബികൾക്ക് ഇറങ്ങിയ മതമല്ലേ ഇതൊക്കെ? അതൊക്കെ ഈ പുതിയ പുരോഗമന കാലത്ത് അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ആധുനിക ലോകമാണ്, പുരോഗമനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നാണ് മൊത്തത്തിൽ ഇതിന് പറയുന്ന ഒരു മറുപടി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആശയക്കുഴപ്പമാണ് ആധുനിക ലോകത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. കുറേ കാലം ഒരു കാര്യം ശരിയാണ് എന്നവർ സ്ഥാപിക്കും, പിന്നീട് അതേ കാര്യം തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്യും. അത്രയും സ്ഥിരതയില്ലാത്തൊരു കാര്യമാണ് പുരോഗമനാശയങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായ ആത്മഹത്യ. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 309-ാം വകുപ്പ് പ്രകാരം അത് കുറ്റകരമായിരുന്നു നമ്മുടെ രാജ്യത്ത്. എന്നാൽ 2017 പാർലമെൻറ്റ് പാസ്സാക്കിയ ദേശീയ മാനസികാരോഗ്യ നിയമപ്രകാരം ഇപ്പോൾ അത് കുറ്റകരമല്ലാതാക്കിയിരിക്കുന്നു. സ്വവർഗരതിയോ അത് പ്രകൃതി വിരുദ്ധമാണെന്ന കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാക്കി ഇപ്പോൾ അതിനെ പുനർനിർവചിച്ചിരിക്കുകയാണ്. മദ്യത്തിൻ്റെ കാര്യമോ അത് നിരോധിക്കണമെന്നാണ് UDFൻ്റെ നയം, വർജിക്കണമെന്നാണ് LDFൻ്റെ നയം. എന്നാൽ ഇന്ന് ഈ രണ്ട് നയങ്ങളും പരസ്പരം കൂട്ടിമുട്ടുന്നു. മദ്യത്തിൻ്റെ ലഹരിയുടെ പ്രശ്നങ്ങൾ നിയമസഭ ചർച്ച ചെയ്യുന്നു. അതേസമയത്ത് തന്നെ പാലക്കാട് മദ്യ ഫാക്ടറിക്ക് വേണ്ടി അനുവാദം നൽകുകയും ചെയ്യുന്നു. അതിനെ എതിർക്കുന്ന പ്രതിപക്ഷം പോലും പറയുന്നത് എന്താ? അവിടെയുള്ള ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്തിയാൽ അത് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. അത് വേണ്ടതില്ല എന്ന് പറയാനുള്ള ആർജവം ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ലോകത്തിന് മുന്നിൽ നാം ഉയർത്തി കാണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞത് എന്നും നന്മയായിരിക്കും, അത് തിന്മയാണെന്ന് വിധി എഴുതിയത് എന്നും തിന്മയായിരിക്കും. കാരണം ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാർഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയമായും വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാർഗം കാണിക്കുന്നത് എന്നാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ പോലും ഇക്കാര്യം വിസ്മരിച്ച് എപ്പോഴും മാറി മറിയുന്ന മനുഷ്യനിർമ്മിത നിഗമനങ്ങൾക്ക് പിറകെ പോകുന്ന കാഴ്ചയാണ് നാം പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയം. ഇസ്ലാം നൽകിയ വ്യക്തത എന്താണ് ആ വിഷയത്തിൽ? വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല. കാരണം ഉപജീവനം നൽകുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. കാരണം അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാം ആകുന്നു. കൊല എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ മാൽത്തൂസിയൻ തിയറി വാദിച്ചത് എന്താണ്? ജനം പെരുകിയാൽ ദാരിദ്ര്യമുണ്ടാകും, വിഭവ പേടി കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു. 1789 TR മാൽത്തൂസ് എഴുതിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഈ ആശയം സമർത്ഥിച്ചിട്ടുള്ളത്. ഈ തിയറിയുടെ ചുവട് പിടിച്ചുകൊണ്ട്
അമേരിക്കൻ ദമ്പതികളായ പോൾ ആർ എർലിച്ചും അന്നെ എർലിച്ചും ചേർന്ന് 1968 എഴുതിയ പോപ്പുലേഷൻ ബോംബ് എന്ന ഗ്രന്ഥത്തിൽ 1985 ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിക്കുളിക്കുമെന്നും സമുദ്രങ്ങൾ ഇല്ലാതാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയാകുമെന്നും മൃഗങ്ങൾ ചത്തടിയുമെന്നും ആയുർദൈർഘ്യം 42 കുറയുമെന്നുമൊക്കെയായിരുന്നു പോപ്പുലേഷൻ ബോംബ് എന്ന ആ ഗ്രന്ഥത്തിൽ അവർ സമർത്ഥിച്ചിരുന്നത്. ജനങ്ങൾ വർദ്ധിച്ചാലുണ്ടാകുന്ന അപകടങ്ങളാണ് അവർ എഴുതി വച്ചത്. ഏത് വർഷത്തിൽ? 1985 ആകുമ്പോഴേക്കും സംഭവിക്കുമെന്നാണ്. ഇന്ന് 2025 നമ്മളുള്ളത്. പോപ്പുലേഷൻ ബോംബ് എന്ന ഒരു ഗ്രന്ഥത്തിലൂടെ 1985 ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിക്കുളിക്കുമെന്നും സമുദ്രങ്ങൾ ഇല്ലാതാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയാകുമെന്നും മൃഗങ്ങൾ ചത്തടിയുമെന്നും മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 42 കുറയുമെന്നൊക്കെ ദീർഘവീക്ഷണം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിലൊക്കെ അസംബ്ലി ഉണ്ടാകുമ്പോഴും ജനസംഖ്യ ദിനം എന്ന് പറഞ്ഞൊരു ദിനം ആചരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നത് ഇനി അധികം ആളുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതായിരുന്നു നമ്മൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അതാണ്. എന്നാൽ ഇന്ന് നമ്മൾ 2025 ഇപ്പം എന്താ സംഭവിച്ചത്? ഇന്ന് 8.2 ബില്യണിന് മുകളിൽ ജനസംഖ്യ എത്തിയിട്ടും ഈ പറഞ്ഞതൊന്നും സംഭവിച്ചിട്ടില്ല. ജനസംഖ്യ ഇരട്ടിയായപ്പോൾ ഭക്ഷ്യോൽപാദനം 3 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ ഫാമിലി പ്ലാനിങ് നടപ്പാക്കിയ രാജ്യങ്ങളാകട്ടെ അതിൽ നിന്ന് ഇപ്പോൾ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈന, ജപ്പാൻ, റഷ്യ, ഉക്രൈൻ ഈ രാജ്യങ്ങളൊക്കെ ആ ജനസംഖ്യാ നയത്തിൽ നിന്ന് മാറി രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയുകയാണ്. നേരത്തെ ചൈന പറഞ്ഞത് ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്, കർശനമായി വിലക്കി. ഇന്ന് പറയുന്നത് എന്താ പറയുക, ചുരുങ്ങിയത് ഒരു 5 കുട്ടിയെങ്കിലും ഒരു വീട്ടിൽ വേണമെന്നാണ്. കരഞ്ഞു പറയണം. നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അത് പറയാൻ തുടങ്ങി. സ്റ്റാലിൻ പറഞ്ഞാൽ എന്താ അറിയോ, ഒരു വീട്ടിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 16 കുട്ടിയെങ്കിലും വേണം, എന്തെങ്കിലും എന്ത് ചെയ്യുള്ളൂ നമ്മളെ പ്രശ്നം പരിഹരിക്കുള്ളൂ. എന്താ പ്രശ്നം? പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? മണ്ഡല പുനർനിർണയം വരാനിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്, ലോക്സഭാ മണ്ഡല പുനർനിർണയം. അത് വരുന്നത് ജനസംഖ്യാനുപാതികമായിട്ടാണ്. ഇത്ര ലക്ഷം ആളുകൾക്ക് ഒരു MP എന്ന നിലക്കാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ കൂടുതൽ MP മാരുണ്ടാകും, ദക്ഷിണേന്ത്യയിൽ കുറവായിരിക്കും. അതിലേറ്റവും കുറയാൻ പോകുന്നത് ആന്ധ്രാപ്രദേശും കർണാടകയും കേരളവും ഒക്കെയാണ്. കാരണം നമ്മളാണ് ഈ ഫാമിലി പ്ലാനിങ് വളരെ ആസൂത്രിതമായി നടത്തിയ സംസ്ഥാനങ്ങൾ നമ്മളാണ്. മറ്റ് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളൊന്നും അത് അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ബുദ്ധി വച്ചത്. അവർ പറയണത് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ കുട്ടികളുണ്ടായേ പറ്റൂ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കാലത്ത് കുട്ടികൾ കുറയണം, അതാണ് പുരോഗമനമെന്ന് ലോകത്തിൻ്റെ പുരപ്പുറത്ത് കയറി വാദിച്ചിരുന്ന ആളുകൾ ഇന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഫാമിലി കോൺഫറൻസിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകളൊരു ധാരണ ഉണ്ട്, മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തെക്കുറിച്ച് മറ്റുള്ളവരുടെയും ഒരു ധാരണ എന്താ അറിയോ, മറ്റു സമുദായങ്ങളിലാണ് ഈ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം സമുദായത്തിൻ്റെത് ഇപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മുസ്ലിങ്ങളെ ധാരണ. അങ്ങനെയാണ്. മുസ്ലിങ്ങളല്ലാത്ത മറ്റു സമുദായത്തിൻ്റെ ധാരണ അങ്ങനെയാണ്. എന്നാൽ ആ കാര്യം തിരുത്തിക്കോളൂ, മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യയും കീഴ്പോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2016 മുതൽ 2023 കണക്ക് പ്രകാരം 2016 മുസ്ലിം ജനസംഖ്യയുടെ വർധനവ് 2,11,000 ആയിരുന്നുവെങ്കിൽ അത് 2023 1,06,000 അത് കുറഞ്ഞു. അഥവാ 1,05,000 കുറവ് മുസ്ലിം സമുദായത്തിൻ്റെ ജനസംഖ്യയിലുണ്ട്. അഥവാ ഈ ഫാമിലി പ്ലാനിംഗ് എന്നുള്ള ആശയം മുസ്ലിം സമുദായത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ബാധിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ കേരളത്തിലെ വീടുകളുടെ അവസ്ഥ? ഒരു 100 വീടെടുത്ത് നോക്കിയാൽ അല്ല 50 വീട്ടിലും അതിലൊരു 30 വീട്ടിൽ ആളില്ല. ബാക്കിയുള്ള വീട്ടിൽ വെറും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും മാത്രം. കുട്ടികളൊക്കെ അമേരിക്കയിലും അവിടെയും ഇവിടെ നോക്കാൻ ആളില്ല. ചൈനയിലെ അവസ്ഥ എന്താ? ചില പ്രദേശങ്ങൾ തന്നെ എടുത്തുപോയി എന്നാണ് പറയുന്നത്. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുണ്ടെങ്കിലല്ലേ കളിപ്പാട്ടം വാങ്ങേണ്ടുള്ളൂ.
ചില വംശങ്ങൾ തന്നെ കുറ്റിയറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. അതായത് ആളുകൾ ചൂണ്ടി പറയണം, ആ ഇരിക്കുന്ന ആ പ്രായമുള്ള ആളും കൂടി മരിച്ചാൽ ആ വിഭാഗത്തിലെ ആ തലമുറയിൽ ആൾ അവസാനത്തെ ആളാണ് അയാൾ, പിന്നെ ആളുണ്ടാവില്ല. എന്താ ഗുരുതരമായ അവസ്ഥ! പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് പറഞ്ഞത് എത്ര സത്യ! വലാ തഖ്തുലൂ ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം ലോകം ഇരു കൈയും നീട്ടിക്കൊണ്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെയ്തു പോയ കുറ്റത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഈ പുത്തിരിക്കണ്ട മൈതാനത്തും ഓൺലൈനിലുമുള്ള ആളുകൾ ചിന്തിക്കുക, ഇത് ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ്. അത് സ്രഷ്ടാവിൻ്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറയുന്നിടത്തേക്ക് ലോകം തിരിച്ചു വരുമെന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങളിൽ ഉദാഹരണം മാത്രമാണിത്. എത്ര ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ജെൻഡർ ആക്ടിവിസം എന്ന് പറയുന്നത് ഇന്ന് പുതിയൊരു തത്വശാസ്ത്രമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ജെൻഡർ ആക്ടിവിസം? ആൺ പെൺ വ്യത്യാസം ഇനി പറയാൻ പാടില്ല എന്നാണ്. ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ലേബർ റൂമിൽ നമ്മുടെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രസവം നടന്നു കഴിഞ്ഞാൽ സിസ്റ്റർ കുട്ടിയും കൊണ്ടേ വരും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? കുട്ടി ആണാണോ പെണ്ണാണോ എന്നാണ് ചോദിക്കുക, അല്ലേ? അപ്പോൾ അത് പറയും, ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാന്ന് പറയും. എന്നാൽ ഇനി പറയുന്നത് എന്താ അറിയോ? പുതിയ തീരുമാനപ്രകാരം അതാണ് പെണ്ണ് എന്ന് പറയാൻ പാടില്ല. ആ കുട്ടി വളർന്ന് വലുതായി വന്ന ശേഷം ആ കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവൻ ആണാകണോ പെണ്ണാകണോ. സംഗതി ആണിൻ്റെ ശരീരമാണ്, ആണിൻ്റെ രീതിയാണ്, ലൈംഗികാവയം ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? പ്രായമായ ശേഷം വേണമെങ്കിൽ പറയാം, ഞാൻ എന്താണ് പെണ്ണാകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ എന്ത് ചെയ്യണം? പ്രത്യേക ആഘോഷ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് അവൻ അന്ന് മുതൽ പെണ്ണായി സമൂഹം അംഗീകരിക്കണം. ഇതിനാണ് എന്ത് പറയുക? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന പുതിയ വാദം. ബൈ ബർത്തിലുള്ളതല്ല ജെൻഡർ. ജെൻഡർ തീരുമാനമാകുന്നത് പ്രസവിക്കുമ്പോഴല്ല, മറിച്ച് വളർന്നു വലുതായ ശേഷം ഓരോരുത്തരുടെ തോന്നലുകൾ അനുസരിച്ചുകൊണ്ടാണ് ജെൻഡറുകൾ തീരുമാനിക്കേണ്ടത് എന്ന വളരെ അത്യന്തം അപകടകരമായ ആശയം. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ പൊട്ടന്മാരുടെ ആശയമല്ലേ, ഇതൊക്കെ ഇപ്പോൾ എത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കണോ? ഇതങ്ങനെ പൊട്ടന്മാരുടെ ആശയം മാത്രമല്ല. നമ്മുടെ മക്കൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം തയ്യാറാക്കുന്ന അതിൻ്റെ കരിക്കുലത്തിൻ്റെ പോളിസി നിശ്ചയിച്ചപ്പോൾ ആ പോളിസിയായി തീരുമാനിച്ചത് എന്താണ്? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നാണ് നമ്മുടെ സർക്കാർ പോലും ഇത് നയമായി സ്വീകരിച്ചിരിക്കുന്നത്. രേഖയാണ്. അഡ്വക്കേറ്റ് ശംസുദ്ദീൻ MLA ഒരു വെളിപ്പാടകലയുള്ള നിയമസഭയുടെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയോടൊരു ചോദ്യം ചോദിച്ചു. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നതാണോ സർക്കാരിൻ്റെ നയം? അതിന് അദ്ദേഹം വന്ന് എഴുതി വായിച്ചു ആ മറുപടിയിൽ പറഞ്ഞത് അതേ, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്നാണ് സർക്കാരിൻ്റെ നയമെന്നാണ്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ജനകീയ ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് പറയുന്നു. ആ ജനകീയ ചർച്ചയിലുടനീളം ഇത് ഒരിക്കലും ഉണ്ടാകരുത് എന്നെല്ലാവരും ആവശ്യപ്പെടുകയും എഴുതി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് തമസ്കരിച്ചുകൊണ്ടാണ് വീണ്ടും അങ്ങനെ തന്നെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പരിശോധിച്ചു നോക്കൂ. അതിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്നാണ്. ഇതാണ് ഞാൻ അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞത്. പുരുഷൻ ചെയ്യുന്നത് സ്ത്രീയും സ്ത്രീ ചെയ്യുന്നത് പുരുഷനും ചെയ്യുമ്പോഴേ അവർക്കിടയിൽ തുല്യതയുണ്ടാകൂ എന്നാണ് പറയുന്നത്. കുടുംബ ചെലവ് സ്ത്രീയും വഹിക്കണം, എങ്കിലേ അവൾ സ്വാതന്ത്ര്യമുള്ളവരാവൂ എന്നാണ് കാഴ്ചപ്പാട്. ഈ ചിന്ത ഇന്ന് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ പോലും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നവർ വിവാഹത്തെ വൈകിപ്പിക്കുന്നുവെന്നത്. ധാരാളം സഹോദരിമാർ, ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കുട്ടിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, മോളെ നല്ലൊരു കല്യാണം വരുന്നുണ്ട്, ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു നോക്കൂ. മകൾ പറയും എന്ത്? എൻ്റെ ഡിഗ്രി കഴിയട്ടെ എന്ന് പറയും. ഡിഗ്രി കഴിഞ്ഞാൽ പറയും PG കഴിയട്ടെ എന്ന് പറയും. PG കഴിഞ്ഞാൽ പറയും എനിക്കൊരു ജോലി ഉണ്ടാവട്ടെ എന്ന് പറയും. ജോലി ഉണ്ടായാൽ പറയും എന്ത്? ഇനി വിവാഹം വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും. ചില കുട്ടികൾ അങ്ങനെയാണ്. വേറെ ചില കുട്ടികളോ, ഞാൻ ആണിനെ കല്യാണം കഴിക്കണില്ല, ഞാൻ പെൺകുട്ടിനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇതൊന്നും വെറുതെ അല്ല. നേരത്തെ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു ആ കുട്ടികളുടെ പേരൊക്കെ. കേരളത്തിൽ അങ്ങനെ പെണ്ണിനെ കല്യാണം കഴിച്ച് ലെസ്ബിയനിസം എന്നാണ് അതിന് പറയാം.
അതാണ് LGBTQ എന്നുള്ളത് ഒന്നാമത്തെ അക്ഷരം എല്ലാണ്. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുക. ജി എന്ന് പറഞ്ഞാൽ ഗേ, ആണിനെ കല്യാണം കഴിക്കുക. ഈ രീതിയിലേക്ക് സാമൂഹ്യക്രമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറിയുക ജനസംഖ്യയിൽ നാം കുടുങ്ങിക്കിടക്കുന്നതിലും വലിയ അപകടത്തിലേക്കാണ് ഈ ജെൻഡർ തിയറിയുമായി, ഈ ആശയവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ കടന്നു പോകുന്നത്. കാരണം ജെൻഡർ തിയറി ഇപ്പതാ പല രാജ്യങ്ങളും പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യങ്ങളിലാണോ ഇത് തുടങ്ങി വെച്ചത് ആ രാജ്യങ്ങൾ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. റഷ്യ, അതുപോലെ നൈജീരിയ, ബ്രൂണെ, ഉഗാണ്ട, ഘാന, പോളണ്ട്, ഹംഗറി, തുർക്കി, ഇന്തോനേഷ്യ ഇവരൊക്കെ അതിൽ നിന്ന് തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയും ഈജിപ്തും ഇതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവസാനം ഇതാ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു കാര്യം, പിന്നീട് പ്രസിഡന്റ് പദവി അദ്ദേഹം സ്വീകരിച്ച ഉടനെ പ്രഖ്യാപിച്ച ഒരു കാര്യം എന്താ? ഇനി അമേരിക്കയിൽ ആൺ പെൺ എന്നീ 2 ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇനി നിരോധിക്കും. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് ഞാൻ അവസാനിപ്പിക്കുമെന്നാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ പ്രയാസത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അവർ ഒരു പ്രത്യേക ലിംഗമാണ് എന്ന് നമുക്ക് വാദമില്ല. എന്നാൽ അവർ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിൽ കൂടി കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതൊരു ഭ്രാന്താണ് എന്ന് പോലും പറഞ്ഞു പോയി. എന്തേ കാരണം? അദ്ദേഹത്തിന് ഈ നിലക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കാറുള്ളത് ഇലോൺ മസ്കാണ്. ഇവിടെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഓണറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുട്ടി പെണ്ണായിപ്പോയി, പെണ്ണായിപ്പോയി. അപ്പോഴാണ് സ്വന്തം വീട്ടിലേക്ക് ഈ വിഷയം വരുമ്പോഴാണ് പുരോഗമനത്തിൻ്റെ രുചിയുണ്ട് അറിയുക. അതായത് ആൺകുട്ടികൾ വന്നിട്ട് പറയുന്നത് എനിക്ക് ശസ്ത്രക്രിയയിലൂടെ ആ പെണ്ണാകണം, പെണ്ണ് വന്നിട്ട് ആണാകണം എന്ന് പറയാം. അത് അവനവൻ്റെ മകൻ പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓർമ്മ വരുള്ളൂ. അത് അദ്ദേഹത്തിനോട് മനസ്സിലായപ്പോൾ അതാർക്കും മനസ്സിലായി, അത് ട്രംപിനും മനസ്സിലായി. അത് അവരെ സമൂഹത്തിൽ അനുഭവിച്ചു. അതിൻ്റെ തീവ്രതയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്. അമേരിക്കയിൽ നിന്ന് പോലും അതിൽ വോട്ട് കിട്ടി അദ്ദേഹം ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ കേരളമേ ചിന്തിക്കാൻ ഒരുപാടുണ്ടതിൽ. അദ്ദേഹം ഒരുപാട് ഭ്രാന്തൻ വർത്തമാനങ്ങൾ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസയെ ചുട്ടി സാമ്പലാക്കുമെന്ന് പറയുന്നുണ്ട്, അതിനെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റുമെന്ന് പറയുന്നുണ്ട്. അത് ജഹാലത്തുകളാണ്, വിവരക്കേടുകളാണ്. എന്നാൽ അതുപോലെയുള്ള വിവരക്കേടല്ല സഹോദരങ്ങളെ. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഈ പുരോഗമനം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാൽ സംഭവിക്കാൻ പോകുന്ന വിപത്തിന് 2 ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ജനസംഖ്യയുടെ വിഷയം, മറ്റൊന്ന് ഈ ജെൻഡർ പൊളിറ്റിക്സ്. ഇതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു കൂടിയ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തലയിൽ എന്തൊക്കെ ഈ തെറ്റായ ആശയങ്ങൾ അടിച്ചു കയറ്റിയിട്ടുണ്ടോ അതൊക്കെ ഈ തലതിരിഞ്ഞ പുരോഗമന ചിന്തകളാണ്. ഇതുകൊണ്ട് അവസാനം നമ്മൾ വീടും നാടും കുട്ടിച്ചോറാവും. പിന്നെ നമ്മൾ തിരിച്ച് നടക്കും. അപ്പോഴേക്കൊരു തലമുറ നശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഗൗരവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളെ ആണായും പെണ്ണായും തന്നെ നമ്മൾ വളർത്തുക. ആ കാര്യം ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുപോലെ ഈ കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുന്ന മറ്റ് ഒരു പ്രശ്നം ഇന്നെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ലഹരി തന്നെയാണ്. ഈ ലഹരിയുടെ വിഷയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓരോരുത്തരും ഏതളവിൽ അത് ഉപയോഗിക്കുന്നുവോ അതിനപ്പുറമാണ് പലപ്പോഴും ഒരു വര വരയ്ക്കേണ്ടത് എന്നാണ് പലരും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ലഹരിക്കൊരു വര വരക്കണം എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ ആ വര എവിടെ വരക്കണം? ഞാൻ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ആ വര വരക്കേണ്ടതെന്നാണ്. ആ രീതിയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറെന്താ, ഒരു കമ്പനിക്ക് വേണ്ടിയാകാം എന്ന് പറയുന്നവർ ഒറ്റക്ക് പാടില്ല എന്ന് പറയും. കമ്പനി ആവുമ്പോൾ ആവാം, അവരെന്ത് പറയും, ഒറ്റക്കൊന്നും പാടില്ല. അതുപോലെ ടൂറ് പോകുമ്പോഴാവാം, അല്ലാത്തപ്പോൾ പാടില്ല എന്ന് പറയും. സ്വകാര്യമായി ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് പറയും, അത് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല, സ്വകാര്യമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയും. സ്ഥിരമായി ഉപയോഗിക്കുന്നവരോ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതി, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. സോഷ്യൽ ഡ്രിങ്കിങ് ആവാമെന്ന് പറയും, അരിച്ചാൽ കിടക്കരുതേ എന്ന് അവർക്ക് വാദമുള്ളൂ. സാധാരണ ഉപയോഗിക്കാം, എന്നാൽ ഡ്രൈവിംഗ് സമയത്ത് പാടില്ല എന്നേ MVD പറയുന്നുള്ളൂ. ഈ പുതുവർഷ പുലരിയിലൊരു ഓർഡർ പാസ്സാക്കിയിരുന്നു MVD. എന്താ പറയണേ അറിയോ, നിങ്ങൾക്ക് മദ്യപിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ചു പോകുമ്പോൾ മദ്യപിക്കാത്ത ഒരാൾ വണ്ടി ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് വര വരയ്ക്കുന്നത്.
വീട്ടിലാകാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, സമ്മേളനത്തിൽ പാടില്ല. ചില പാർട്ടികളൊക്കെ തീരുമാനിച്ചപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് കുടിച്ചതുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ വരുമ്പോൾ കുടിക്കാൻ പാടില്ല. ആഘോഷവേളയിലാകാം, സാധാരണ ജീവിതത്തിൽ പാടില്ല. മദ്യ ഫാക്ടറിയാകാം, അവിടെ കുടിവെള്ളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഈ രൂപത്തിലാണ് എന്ത് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യം. ഈ കൺഫ്യൂഷൻ നമ്മുടെ മദ്യ നയത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ വിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ, എന്തൊക്കെ പറഞ്ഞാൽ ഈ ലഹരി കൊണ്ട് ചില ആൾക്കാരും പല ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും, ജോലി കിട്ടും, വരുമാനം കിട്ടും, നമ്മളെ റവന്യൂ അതാണ്, ഇതൊക്കെയാണല്ലോ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ, നേട്ടത്തെക്കാളേറെ കോട്ടമാണ് ഉണ്ടാവുക എന്ന്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെ പറ്റിയും ചൂതാട്ടത്തെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, നീ പറയുക, ഫീഹിമാ ഇസ്മുൻ കബീറുൻ, അതിൽ വലിയ തിന്മകളുണ്ട്. വമനാഫിഉ ലിന്നാസ്, എന്നാ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് ചില റവന്യൂ ഒക്കെ കിട്ടും, കുറച്ച് ആൾക്കാർക്ക് ജോലിയൊക്കെ കിട്ടും. ശരി തന്നെയാണ്, ഖുർആൻ പറയാണ്. പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതുകൊണ്ട് ഉപകാരത്തെക്കാൾ വലിയ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നാണ്. ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപദ്രവം. പിന്നെ ഒട്ടും പാടില്ലെന്ന നയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, കുറച്ചാവാന്നുള്ളതല്ല. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം, ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ചുപയോഗിച്ചാൽ പോലും അത് ഹറാമാണ് എന്നാണ് എഴുതി വെക്കുക. അതുപോലെ പേര് മാറ്റി ഉപയോഗിച്ചാലും ശരി, അത് പാടില്ല എന്നാണ്. ലയശ്റബന്ന നാസും മിൻ ഉമ്മതി അൽ ഖംറ വൽ യസ്അംറ യസുമൂനഹാ ബിഗൈരി ഇസ്മിഹാ, എൻ്റെ സമൂഹത്തിലൊരു വിഭാഗം വരും, അവർ മദ്യപിക്കും, എന്നിട്ട് എന്ത് പറയും, അതിന് വേറെ പേരാ വിളിക്കുക, മദ്യം പേര് വിളിക്കൂല, വേറെ എന്തെങ്കിലും പേരിടും. ഏത് പേരിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങളല്ലേ വരുന്നത്, ഏത് പേരായാലും പാടില്ല, ലഹരിയാണെങ്കിൽ പാടില്ല എന്നാണ്. എത്ര ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, എത്ര നിയന്ത്രിച്ചാലും അതിൻ്റെ അളവ് കൂടി വരും. അവസാനം തിരുത്തുന്നവരെല്ലാം ശത്രുക്കളായി മാറും, ബന്ധുക്കൾ തമ്മിൽ നകലും, അവസാനം ഭാര്യയും മക്കളും കൈവിടും. അമേരിക്കയിൽ ഒരു തെരുവ് തന്നെ അതിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. ആ തെരുവിൻ്റെ ചിത്രം നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ വീഡിയോയിലൊന്ന് കാണുന്നത് നല്ലതാണ്. ആളുകൾ ആ ഒരു ലക്കും ലഗാനും ഇല്ലാതെ എങ്ങനെ എത്ര നല്ല വലിയ വലിയ മനുഷ്യന്മാരാണ് അങ്ങാടിയിലൂടെ കടന്നു വരുന്നതെന്ന് അറിയും. അതാണ് അവൻ്റെ അവസ്ഥയിലേക്ക് വരിക. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികൾ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, ഇതെല്ലാം പൈശാചികമാണ്. അതുകൊണ്ട് ഫൈജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, അത് നിങ്ങൾ പൂർണ്ണമായി വെടിയണം, എങ്കിൽ നിങ്ങൾ എന്താകും, നിങ്ങൾ വിജയികളാകും. കാരണം എന്താ അറിയോ, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ എന്നാണ്. ഈ മദ്യവും ചൂതാട്ടവും അത് നിങ്ങളുടെ കൂട്ടത്തിൽ അത് ശത്രുതയും ഭിന്നതയും കുഴപ്പവും ഫസാദൊക്കെയാണ് ഉണ്ടാക്കുക. അത് മതത്തിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ടുപോകും, നിസ്കാരത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിന് വന്ന ആരെങ്കിലും ഏതെങ്കിലും അളവിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. എത്ര ഉമ്മമാരാണ് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഒന്ന് വിശ്വാസിയാണെങ്കിൽ അത് നിഷിദ്ധമാണ്, രണ്ട് ചൂതാട്ടവും ബലിപീഠോ അമ്പുകോലും എന്നിവയോടൊപ്പമാണ് മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്, മൂന്ന് മദ്യം ആദ്യം പറഞ്ഞു. കാരണം എന്താ അറിയോ, മദ്യം തിന്മകളുടെ താക്കോലാണ്, അത് കുടിച്ചാൽ പിന്നെ എന്തും ചെയ്യും, പിന്നെ എല്ലാ വൃത്തികേടും അവൻ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു, മദ്യം എന്ന് പറയുന്നത് ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ മോശപ്പെട്ട കാര്യത്തിൻ്റെയും മാതാവാണ്. വ അക്ബറുൽ കബായിർ മൻ ശരിബഹാ വഖഅല ഉമ്മിഹി വ അമ്മതിഹി വ ഖാലതിഹി എന്നാണ്. ആ മദ്യം അവൻ കുടിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ പിതൃ സഹോദരിയാണെന്നോ മാതൃ സഹോദരിയാണോ എന്ന് നോക്കാതെ അവരെ മേലിലൊക്കെ പോയി വീഴും. അതായത് അവന് ലൈംഗികമായ വികാരം വന്നു കഴിഞ്ഞാൽ ഉമ്മയാണോ മൂത്തമ്മയാണോ ഇളയമ്മയാണോ എന്ന് നോക്കൂല, അതൊരു ഉപയോഗിക്കും. അതുപോലെ അവൻ്റെ കയ്യിൽ കത്തി കിട്ടിയാൽ ആരാന്നൊന്നും നോക്കൂല, അവരെ കൊല്ലും. ഇതൊന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട വിഷയമല്ലല്ലോ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു സംഭവമല്ല, എത്ര സംഭവങ്ങളാണ് സമകാലിക വാർത്തകൾ നമ്മൾ കാണുന്നത്. കുറച്ചു മുമ്പാണ് കട്ടിലിൽ കയറി ഒരു പിതാവിനെ ഒരു മകൻ കുത്തിക്കൊല്ലുന്നത് നമ്മൾ കണ്ടു, മദ്യപിച്ചതാണ്. സ്വന്തം പിതാക്കൾ കാരണത്താൽ ഗർഭിണിയാകുന്ന മകളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴുത്ത് വെട്ടിക്കൊല്ലുന്ന മാതാവിൻ്റെ കഴുത്ത് വെട്ടിക്കൊല്ലുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പിതാവ് കിടന്നുറങ്ങുമ്പോൾ കണ്ണ് ചൂഴ്ന്നെടുത്ത സംഭവം നമ്മൾ കണ്ടു. കുട്ടികൾ കുടിച്ച് കൂത്താടുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടു. ആർക്കും വഴങ്ങാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ
കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന വീഥി എന്തിനു വേണ്ടിയാണ്? അത് രാത്രി തുറന്നു കൊടുക്കുകയാണ്. അവിടെ ഇങ്ങനെയുള്ള എല്ലാം ചെയ്യാൻ എന്നും വാർത്തയാണ്. എന്ത്? അവിടെ പോലീസിൻ്റെ കാവലുണ്ട്, അടിയാണ്, കച്ചറയാണ്, പ്രശ്നമാണ്. എന്നിട്ടും നമുക്കത് നിയന്ത്രിക്കാൻ കഴിയണില്ല എന്ന് മാത്രമല്ല, അത് കൊച്ചിയിലും വേണം, കോഴിക്കോടും വേണം, അത് മലപ്പുറം ജില്ലയിലും വേണം. നഗരസഭകൾ തോറും മത്സരിച്ചുകൊണ്ട് നൈറ്റ് ലൈഫിന് വേണ്ടി പണം വകയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മളെ നാട് പോണത്? യൂറോപ്യൻ തെരുവുകൾ ഇങ്ങനെ നൈറ്റ് ലൈഫ് ഉണ്ടാക്കിയിട്ട് കുടുംബം കുട്ടിച്ചോറായി, കുട്ടികൾ ലഹരിൻ്റെ പിന്നാലെ പോയിട്ട് അതിൽ നിന്ന് തിരിച്ചു നടക്കാൻ എന്ത് മാർഗമുണ്ട് എന്ന് ആലോചിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ നാട് തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഗുരുതരമാണ് നമ്മളെ അവസ്ഥ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നാട് മൊത്തം ഇതൊക്കെ നിർത്തിവെക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മളൊക്കെ വോട്ട് ചെയ്യണവരാണെന്നുള്ളൊരു ഓർമ്മ വേണം. അതുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയ നേതൃത്വത്തോട് ഇച്ഛാശക്തിയോടുകൂടി പറയാൻ കഴിയണം, ഞങ്ങളുടെ കുട്ടികളെ കുരുതിക്ക് കൊടുക്കുന്ന, അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ നിങ്ങളുടെ ഭരണകാലത്തുണ്ടായാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയാനുള്ള ആർജവം ഇവിടെയുള്ള മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ കാണിക്കണം. അപ്പോൾ വഴിക്ക് വരും. ഇതുകൊണ്ടൊന്നും ഒരു പുരോഗതി ഇവിടെ ഉണ്ടാവില്ല, അധോഗതിയല്ലാതെ. എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെല്ലാം പറയുമ്പോൾ ചിലർ പറയാറുള്ളത് എന്താ വെച്ചാൽ, ചില കുട്ടികൾ ഇപ്പം അങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്തിനാ ഉസ്താദ് നിങ്ങളിങ്ങനെ പറയണത്? ഇതിൻ്റെ ശരീരമല്ലേ, മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ മദ്യപിച്ച് എൻ്റെ കരളും കിഡ്നിയും ഒക്കെ നശിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, എന്താ കുഴപ്പം? എൻ്റെ ബോഡി എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നാണ്. ഇത് പുതിയ സിദ്ധാന്തമാണ്. ഉമ്മമാർ ശ്രദ്ധിക്കുക, കുട്ടികൾ ഇതിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് സിദ്ധാന്തം കൊണ്ടാണ്. എന്നാൽ ഓർത്ത് വെച്ചോ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, വേറുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാര്യം പറയാൻ കഴിയില്ല. മുഅ്മിനാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മളെ ബോഡി നമ്മളതല്ല, അത് പടച്ചോൻ തന്നതാണ്. അതുകൊണ്ട് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മുടെ തോന്നലുകളല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ നടപ്പാക്കേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖൈറതു മിൻ അംരിഹിം. അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അതിൽ പിന്നെ മറ്റൊരു ചോയ്സ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കള്ള് ഹറാമാണ്, ലഹരി ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ബോഡിയാണ്, എൻ്റെ ചോയ്സാന്ന് പറയാൻ പാടില്ല അവിടെ. പിന്നെ അതിൽ കീഴൊതുങ്ങാൻ നമ്മൾ തയ്യാറാണ്. അതാ മുസ്ലിം എന്ന് പറയുന്ന ആൾ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിൻ്റെ ചുരുക്കം. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ വിഷയത്തിൽ, സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ പ്രയാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. സത്യം ഇന്ന് സ്ത്രീ പുരുഷന്മാരുടെ ബന്ധങ്ങളുടെ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയാണ്. ഇപ്പം ഇന്നൊരു സ്ത്രീ യാത്ര പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവനെ പ്രശ്നക്കാരനായി ചിത്രീകരിക്കുന്ന അവസ്ഥ ഇന്ന് വ്യാപകമാണ്. ഉദാഹരണം, സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല എന്ന സത്യം ആരെങ്കിലും പറഞ്ഞാൽ അയാൾ പുതിയ കാലത്തിന് യോജിച്ചവനല്ല എന്ന് ചിത്രീകരിക്കും. സ്ത്രീയും പുരുഷനും തുല്യരല്ല, രണ്ട് പ്രകൃതമാണ്, അന്യപുരുഷനും സ്ത്രീയും മിങ്കിളാവാൻ പാടില്ല എന്ന ഇസ്ലാമിക തത്വം പറഞ്ഞാൽ അത് ഇന്ന് ചാനലുകളിലെ പ്രൈം ടൈം ഡിബേറ്റിൻ്റെ വിഷയമാക്കാൻ മാത്രം കുഴപ്പം പിടിച്ച രാഷ്ട്രീയമായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജീവൽ പ്രശ്നങ്ങൾ മാറ്റിവെച്ചാണ് ഇവരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ജീവനോടെ കുട്ടിയെ കിണറ്റിലെറിയുന്ന അമ്മാവന്മാർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചർച്ച ചെയ്യാൻ ഈ ചാനൽ മുതലാളിമാർക്ക് സാധിക്കണില്ല. ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ വിവാഹം കഴിക്കുന്ന രംഗം ആവിഷ്കരിക്കുന്ന അധ്യാപികമാർ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ബാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ആത്മഹത്യ വർദ്ധിക്കുന്നുവെന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. കാമുകിയെ ക്രൂരമായി കൊല ചെയ്യുകയും അവരുടെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന യുവാക്കൾ എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന സാഹചര്യത്തെ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഭാര്യയും ഭാര്യയുടെ പീഡനം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന ഭർത്താക്കന്മാരും എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ഈ ചാനലുകൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. അർദ്ധനഗ്നയായ 19-കാരിയെ കഴുത്തിൽ കയറ് മുറുകിയ നിലയിലും ഉറുമ്പരിക്കുന്ന അവസ്ഥയിലും എന്തുകൊണ്ട് കാണേണ്ടി വരുന്നു, അതിന്റെ പിന്നിലുള്ള അവസ്ഥ എന്താണ് എന്ന് ചർച്ച ചെയ്യാനുള്ള ധൈര്യമില്ല. അയൽപ്പക്കത്ത് നീണ്ട മുടിയുള്ള സ്ത്രീ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടായത് എന്ന അന്ധവിശ്വാസത്തിൽ പ്രചോദിതനായി 3 പേരെ വെട്ടിക്കൊന്ന ആ വ്യക്തിയുടെ, ആ ചന്താമരാക്ഷൻ എന്ന് പറയുന്ന ആ രാക്ഷസന്റെ മാനസികാവസ്ഥ എന്താണ് അന്ധവിശ്വാസത്തിന്റെ ചതിക്കുഴികൾ എന്ന് ചർച്ച ചെയ്യുവാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. എന്നാൽ എന്ത് കഴിയും? സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങോട്ടും നോക്കിയാൽ അപ്പൊ ഇങ്ങനെ ആകാശം പൊളിഞ്ഞു വീഴുമെന്ന് ചോദിച്ചിട്ട് അത് നിരന്തര ചർച്ചയാണ്.
ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്ത്രീ പുരുഷ വിഷയം ഏകപക്ഷീയമായി നിരന്തരം ചർച്ച ചെയ്യുന്നതിൻ്റെ ഫലമായി സമുദായത്തിലെ ചിലർക്കും ഈ വിഷയത്തിൽ ഇന്ന് ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണെന്ത്? ആഘോഷത്തിൻ്റെ മറവിൽ ഇന്ന് മിംഗ്ലിങ്ങുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മഹറം നോക്കാതെ യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാച്ച് സംഗമങ്ങളുടെ പേരിൽ ഇന്ന് അവിഹിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വ്യായാമത്തിൻ്റെ മറവിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്ന് ആ വ്യായാമ മുറകൾ ചെയ്യുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വ്യായാമത്തിനാരും ഇവിടെ എതിരല്ല. പക്ഷേ സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള വ്യായാമം പാടില്ല എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമായി മാറുകയാണ്. പക്ഷെ അതിലേക്ക് യഥേഷ്ടം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് സ്ത്രീകൾക്ക് വേണമെങ്കിൽ അവർക്ക് പ്രത്യേക സുരക്ഷ പാലിച്ചുകൊണ്ട് വേറെ ഉണ്ടാക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പുരുഷന്മാരെ കൂടെ തന്നെ ഇന്ന് കേരളത്തിൽ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ടൂറിൻ്റെ പേരിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീയും പുരുഷനും ഹസ്തദാനം നടത്തുക, അതിന്ന് ഇവിടെ വെച്ച് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ഇവൻ എവിടുന്നാ വരുന്നു എന്ന് ചോദിക്കും. എന്താ ഒരു സ്ത്രീയെ മറ്റയാളെ തൊട്ടാൽ എന്താ സംഭവിക്കുക? എന്നാൽ സമുദായം അറിയേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. നാം അത് പഠിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സമത്വമല്ല, ലിംഗനീതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സ്വത്താവകാശം രണ്ടു കൂട്ടർക്കുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ ഓഹരിയുണ്ട്, സ്ത്രീകൾക്ക് അവരുടെ ഓഹരിയുണ്ട്. എന്നാൽ പുരുഷന് ബാധ്യത സ്ത്രീക്ക് സമ്മാനമായി കൊടുത്ത് കഴിക്കുക. സ്ത്രീക്ക് പുരുഷൻ എന്താണ്? കുടുംബത്തിൻ്റെ ബാധ്യത ഉണ്ട്. സ്ത്രീക്ക് മുതൽ കിട്ടുന്നത് അവൾക്ക് സമ്മാനമാണ്. അവളത് ചെലവഴിക്കാൻ നിർബന്ധിതരല്ല. അതുകൊണ്ടാണ് പുരുഷൻ്റെ പകുതി ഓഹരി അവൾക്ക് കൊടുക്കുന്നത്. അവളത് ചെലവഴിക്കേണ്ട കാര്യമില്ല, പക്ഷേ പുരുഷൻ ചെലവഴിക്കാൻ നിർബന്ധിതനാണ്. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീ സുരക്ഷ ശരീരം തുറന്നു വെക്കുന്നതിലല്ല, മാന്യമായി വസ്ത്രം ധരിക്കുന്നതിലാണ്. ശല്യം ചെയ്യപ്പെടാതിരിക്കാനും തിരിച്ചറിയാനുമാണ് ആ വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്ത്രീ ഒറ്റപ്പെടുന്ന സന്ദർഭം ബോധപൂർവം ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം പറയുന്നത് എന്താ? ഒറ്റപ്പെടാൻ പാടില്ല. ഒരാണും പെണ്ണും ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായി ശൈത്താൻ ഉണ്ടാവും. അതുകൊണ്ട് അന്യ ആണും അന്യ പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല. അതൊക്കെ അതിരുകളാണ്. ഇവിടെ വന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. വീട്ടിലൊക്കെ അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാക്കി നമ്മൾ പോകാൻ പാടില്ല. അത് എളാപ്പാൻ്റെ കുട്ടിയല്ലേ, മൂത്താപ്പാൻ്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആക്കി പോകാൻ പാടില്ല, ഒറ്റക്കാക്കി പോകാൻ പാടില്ല. അവരൊറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞാൽ പുരോഗമനത്തിനെതിരാന്ന് പറയും. പക്ഷേ നമ്മൾ ഇസ്ലാമികമായി മനസ്സിലാക്കണം. പിന്നെ ഇത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് വിഷമമുള്ളൂ. അനുഭവിച്ചിട്ടാണ് പഠിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇപ്പം സിനിമാ ലോകത്തിൽ വിവാദങ്ങൾ കണ്ടില്ലേ അല്ലേ? സിനിമാ രംഗത്ത് പീഡനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടന്നില്ലേ? എപ്പോഴും അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ടിൽ? ആ റിപ്പോർട്ടിന് മുമ്പിൽ പോയിട്ട് സിനിമാ നടിമാർ പറഞ്ഞത്, പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഒരു സീനിയർ സിനിമാ നടി, അവാർഡ് ലഭിച്ച ഒരു സിനിമാ നടി, മലയാളി സിനിമാ നടി പറഞ്ഞാൽ എന്താ അറിയോ? എന്നെ ഇതുവരെ ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിനൊരു പ്രിക്കോഷൻ സ്വീകരിക്കലുണ്ട്. എന്താ പ്രിക്കോഷൻ? പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും റൂമിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ എൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇനി ഇവരെ റൂമിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, മൂന്നാമതായി ഒരാൾ വേണം എന്നാണ്. ഇതെന്നല്ലേ ഇപ്പോൾ ഈ ഹദീസിലും പറഞ്ഞ് അല്ലേ? അത് ഹദീസിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആൾ. എന്നാൽ അനുഭവിച്ചിട്ട് ഒരു സിനിമാ നടി പറഞ്ഞാലോ അത് വലിയ ആശയം അല്ലേ? അത് ഹേമ കമ്മിറ്റിനോട് നിയമമാക്കാൻ വേണ്ടി പറയാം. എല്ലാവരും തിരിച്ചു വരും, അനുഭവിക്കുമ്പോൾ തിരിച്ചു വരും. ഇതൊക്കെ തുറന്നിട്ടാൽ എല്ലാവർക്കും സമാധാനമാവും. സ്ത്രീകൾക്കൊക്കെ ഭയങ്കര സുരക്ഷിതത്വം കിട്ടും എന്ന് പറഞ്ഞിട്ട് സിനിമാ ലോകം ഉണ്ടാക്കി, ഹോളിവുഡ് ഉണ്ടാക്കി. അവിടുത്തെ കെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഫാമിലി കോൺഫറൻസ് ഇത് തിരുത്താൻ വേണ്ടി തയ്യാറാകുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഇവിടെ സംസാരിക്കുന്ന ഇനി ബഹുമാനായ ഹുസൈൻ സലഫിയുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. അത് പൂർണ്ണമായി കേൾക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ ഈ നൈറ്റ് ലൈഫും മാനവീയവും ടറഫും അതുപോലെ മ്യൂസിയവും വേളി ശംഖുമുഖം ഈ ഭാഗങ്ങളിലൊക്കെ രാത്രി കുട്ടികൾ കടന്ന് കയറുന്ന നേരം വെളുക്കുന്ന 3 മണിക്ക് വരെ കറങ്ങി നടക്കുന്ന അവസ്ഥ ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളില്ല എന്ന് ഉറപ്പുവരുത്തുക. കുട്ടികൾ രാത്രി വീട്ടിൽ നിന്ന് പോകുമ്പോൾ രാത്രി പോയിട്ടുള്ള പരിപാടി വേണ്ടാന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യണം? കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പെൺകുട്ടികൾ കുറച്ചും കൂടി ലജ്ജയുള്ളവരായി മാറണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം അവരുടെ ഇഷ്ടമല്ലേ, എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനല്ല മുസ്ലിമീങ്ങൾ. ഉമ്മമാരൊക്കെ ഇപ്പോൾ പറയണത് എന്താ ചെയ്യുക, കോളേജിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ്, എൻ്റെ കുട്ടി മാത്രം ഇത് വിട്ടെന്നാൽ ശരിയാവില്ല എന്നാണ്. വിട്ട് നിൽക്കണോലിക്ക് സ്വർഗം കിട്ടുള്ളൂ. എല്ലാവരും പോണിൻ്റെ പിന്നാലെ പോയാൽ നരകത്തിലേക്കാണ് എത്തുകയെന്ന് മനസ്സിലാക്കുക. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു ഭർത്താവ് ഭാര്യനെ അടിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല. അതുപോലെ ഭാര്യ
തിരിച്ച് ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാനും പാടില്ല. അവരുടെ ചാരിത്ര വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സിൽ മറ്റൊരു പുരുഷനോ മറ്റൊരു സ്ത്രീയോ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. മരുമക്കളെ മക്കളായിട്ട് കാണണം. സ്ത്രീധനത്തിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കണം. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് വേഗം ആധാരം എടുത്തുകൊണ്ട് ബാങ്ക് കൂടുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഈ കടം വാങ്ങുന്നതിൻ്റെ ഗൗരവം നമ്മൾ അറിയണം. പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. ഇന്ന് ബിസിനസ്സുകൾക്കും കാര്യങ്ങൾക്കും ഒരു ലക്കും ലഗാനും ഇല്ലാതെയാണ് ആളുകൾ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ലക്ഷങ്ങൾ ആ ബിസിനസ്സിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. പലരും വഞ്ചനയിൽ കുടുങ്ങുന്നു, സാമ്പത്തിക തട്ടിപ്പിൽ കുടുങ്ങുന്നു. ആ തട്ടിപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് വരുന്നുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഞാനതിലുണ്ടായിരുന്നു എന്നറിഞ്ഞാൽ മാനക്കടാണല്ലോ, അതുകൊണ്ട് ആരും കേസ് കൊടുക്കണില്ല. അതതിൻ്റെ തത്വം. അത്ര ലക്ഷങ്ങൾ കോടികൾ ആളുകൾ പല സ്വർണ്ണക്കടകളും തകർന്നു പോകുമ്പോൾ, ബിസിനസ് തകർന്നു പോകുമ്പോൾ അതിലൊക്കെ എത്ര കോടികളാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പുറത്ത് പറയാൻ മാനക്കടാണ്, ഞാനതിലുണ്ടായിരുന്നു പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. ഇത് നമ്മൾ ഇവിടുന്ന് കണ്ട ഹറാമും ഹലാലും നോക്കാതെ ഈ പലിശയും ഒക്കെ ബന്ധപ്പെട്ട ബിസിനസ്സും പരിപാടിയിട്ട് പോയാൽ നമ്മൾ മരിച്ചാൽ കബറിൽ കൊണ്ടുപോയി വെച്ച സുഹൃത്തുക്കൾ അവിടുന്ന് നമ്മൾ അതിൻ്റെ ഇടങ്ങാറ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിൽ നിന്ന് നല്ലൊരു തീരുമാനം എടുക്കുക. തെറ്റായ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ ഈ ഇവിടെ പറഞ്ഞ വിഷയങ്ങളില്ലേ, ഇത് നിങ്ങൾക്ക് ഇനിയും സ്ഥിരമായിട്ട് കേൾക്കാനുള്ള സംവിധാനം നമ്മളെ പീസ് റേഡിയോ, വായിക്കാനുള്ള സംവിധാനം നമ്മുടെ നേർപ്പദം എന്ന് പറയുന്ന വാരിക. നിങ്ങളെ വീട്ടിലൊക്കെ അതിൻ്റെ ഒരു കോപ്പി വേണം. എവിടെയെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർക്കണം, ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അത് ഓൺലൈനിൽ പെട്ടെന്ന് ചേർക്കാൻ പറ്റും. 600 രൂപയേ ഉള്ളൂ. അങ്ങനെ നമ്മളത് വാങ്ങും വേണം, അത് വായിക്കും വേണം. അപ്പോഴേ ഓരോ കാലഘട്ടത്തിൽ നടക്കുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ റമദാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ റമദാനിൽ ജാമിയ അൽ ഹിന്ദിൻ്റെ കലക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷം മുഴുവൻ ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ നടത്താനുള്ള നമ്മുടെ ദഅവ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയമാണ് റമദാൻ മാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വിഹിതം നിങ്ങളിപ്പോൾ തന്നെ നിയ്യത്താക്കി വെക്കുക. ആ ജാമിയ അൽ ഹിന്ദിലെ മക്കൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ ദഅവ പ്രവർത്തനത്തിന് വേണ്ടിയും നിങ്ങൾ കൊടുക്കുന്ന ആ പണം കൊണ്ട് ഒരു കുട്ടി പണ്ഡിതനായാൽ അവൻ എന്തൊക്കെ ഇവിടെ നന്മ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഒരു കൂലി നമുക്ക് കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് ഇവിടെ ഇതേപോലെ ഇഷ്ടം പോലെ പ്രബോധനം നടത്തിയിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് വെളിച്ചം കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ അത്ര മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാവരും ആ നിലക്ക് സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മെയ് 11 ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നിങ്ങളെ കുട്ടി ഉണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുക. ഇപ്പോൾ കുട്ടികളൊരു സ്വഭാവം എന്താ വെച്ചാൽ, അപ്പം ഈ കോൺഫറൻസിന് വന്നപ്പോൾ തന്നെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയെ വിളിച്ചപ്പോൾ കുട്ടി എന്താ പറഞ്ഞിട്ടുണ്ടാവുക അറിയോ? നിങ്ങൾ ആ പപ്പ പോയിക്കോ, ഞാൻ അല്ല എന്ന് പറയും. ആ സമയം കൂടി അവിടെ ഇൻ്റർനെറ്റും ഇരിക്കാന്നുള്ള എനിക്കാണ്. അതിനെന്ത് പറയും? എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഈ പരീക്ഷയും ടെസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമുള്ളതിനൊക്കെ ലീവ് എടുക്കാനും അതിനും അവർ അറേഞ്ച് ചെയ്യാം. അവർക്ക് ടൂർ പോകാൻ പ്രശ്നമില്ല, അവർക്ക് സൽക്കാരത്തിന് പോകാൻ പ്രശ്നമില്ല, ചെറുപ്പക്കാരെ കൂടി രാത്രി ഇറങ്ങി നടക്കാൻ പ്രശ്നമില്ല. പക്ഷെ ഒരു വയലുണ്ട്, പ്രസംഗമുണ്ട്, ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ പഠനത്തിൻ്റെ തിരക്കാണ്. എന്നിട്ട് അതിന് രക്ഷിതാക്കൾ നിന്ന് കൊടുക്കുകയും ചെയ്യും. അവസാനം എന്താ സംഭവിക്കുക? 5 കൊല്ലം 6 കൊല്ലം ഹോസ്റ്റലിൽ നിന്ന് പഠനം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ വല്ല സിംഹത്തിനെയും കയറിട്ട് കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവരേണ്ട ഒരു മകനെ, അവൻ്റെ മുടിയും താടിയൊക്കെ കണ്ടാൽ തന്നെ ഇത് എന്താ ജീവി എന്ന് തന്നെ അറിയില്ല. പിന്നെ നമ്മൾ വാപ്പയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല. അങ്ങനത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അതിനാണ് നമ്മൾ മെയ് 11 പെരിന്തൽമണ്ണയിൽ ഒരു വലിയ സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ. അതിനിപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കുട്ടികളെ വിളിച്ച് വിഷയം പറയണം. മാസങ്ങളുണ്ട്, അന്ന് വേറെ എൻഗേജ്മെൻറ്റുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ തിരുവനന്തപുരത്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് തിരുവനന്തപുരം വളർച്ചയുടെ പാതയിലാണ്. ഇവിടെ എത്ര അധ്വാനിക്കുന്നു അതിനനുസരിച്ച് ഫലം ഉണ്ടാകുന്ന ഒരു ജില്ലയാണിത്. ഇപ്പോൾ ഈ ഫാമിലി കോൺഫറൻസിൻ്റെ കണ്ടില്ലേ, ഈ ഒരു ആവേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇന്ന് രാവിലെ മസ്ജിദ് കോൺഫറൻസ് ഉണ്ടായിരുന്നു, ദക്ഷിണ മേഖലയുടെ മസ്ജിദ് കോൺഫറൻസ്. അതിൽ തീരുമാനിച്ചാണെന്ത്, എല്ലാ പള്ളികളിലും മഹല്ല് സമ്മേളനങ്ങൾ നടത്തണം. അപ്പോൾ ഈ സമ്മേളനത്തോടുകൂടി ഇത് അവസാനിപ്പിക്കല്ല, ആ മഹല്ല് സമ്മേളനങ്ങളിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ ശക്തമായ ബോധവൽക്കരണങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.